ഹായ്, ജേസൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നമ്മളെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. കുടുംബ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അധിക കുടുംബങ്ങളിലും ഇന്ന് എന്താ പറയുക, ഡിവോഴ്സ് എന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊന്നും നമ്മൾ ഇത്രത്തോളം കണ്ടിട്ടില്ല. അപ്പം ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകൾ കുടുംബ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. ഒരു ഡിവോഴ്സിൻ്റെ വക്കിലെത്തുമ്പോഴാണ് നമ്മളടുത്ത് കൗൺസിലിങ്ങിന് പല ആളുകളും എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, ഈ ഒരു ഡിവോഴ്സിന് കാരണമായിട്ട് വരുന്ന എൻ്റെ അടുത്ത് വന്ന പല കേസുകളും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവോഴ്സ് ചോദിച്ചു വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അതിൽ കൂടുതലായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും രണ്ട് സാഹചര്യങ്ങളിൽ, രണ്ട് കുടുംബങ്ങളിൽ നിന്നും ജീവിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടാളും ജീവിച്ചു വന്ന രീതി രണ്ട് രീതികളാണ്. ഇത് ആദ്യം ഈ ഒരു സത്യം ഉൾക്കൊള്ളാൻ ആദ്യം രണ്ടാളും തയ്യാറാവണം എന്നുള്ളതാണ്. ഇതിൽ പല ആൾക്കാരും, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള പല കേസുകളിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷന്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഇത് തന്നെയാവണം എൻ്റെ പാർട്ട്ണറും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ നമ്മളെ ശരി തന്നെയാണ് ശരി എന്നുള്ളത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കുറച്ചതിൽ നിൽക്കുകയാണ്. അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഇതിലൊക്കെ വേണം എന്നുള്ളതാണ്. നമ്മൾ ചേഞ്ച് വരുത്തണം. നമ്മളതാണ് ശരി എന്ന് വിചാരിക്കരുത്. നമ്മൾ വിചാരിക്കും പോലെ തന്നെ നമ്മളെ പാർട്ട്ണറും എന്താണ്, ഇതാണ് ശരി. കാരണം അവർ ജീവിച്ച് അവരെ കുടുംബങ്ങളിൽ നിന്നും അവർ കണ്ടുവന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ ശരി അതാണ്, കാരണം അവരതാണ് കണ്ടിട്ടുള്ളത്, അവരതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അവരതാണ് ജീവിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് ഭാര്യ ഇങ്ങനെ ആവണം എന്ന് ഭർത്താവ്, ഞാൻ ശീലിച്ച് ഇതേ ശീലങ്ങളോട് കൂടിയിട്ട് തന്നെ പോകണം എന്ന് ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും പറയുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിക്ക് ആ ഒരു ചേഞ്ച് ചെയ്തിട്ട് അത് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മളെ ആ ഒരു പെൺകുട്ടി വേറൊരു വീട്ടിലേക്ക് വരികയാണ്. ആ ഒരു സാഹചര്യം അത്രയും കാലം ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് മാറിയിട്ടൊരു വീട്ടിലേക്ക് വരുമ്പം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. അതിനൊന്ന് വെയിറ്റ് ചെയ്യാതെ പിറ്റേന്ന് തന്നെ ഈ കുട്ടിൻ്റെ കുറ്റങ്ങളൊക്കെ കണ്ടെത്തി അതിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര ഒരു ശ്വാസം മുട്ടലാണ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു ഭാഗം. ഇതേപോലെ തന്നെ മറ്റുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവാണെന്നുണ്ടെങ്കിലും ഭർത്താവിനോടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഭാര്യ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആവണം, ഫ്രണ്ട്സിൻ്റെത് ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയാണ് ഇപ്പോഴത്തെ റോൾ മോഡൽ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതുപോലെ അല്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു ഭർത്താവല്ല എന്ന് എന്ത് ചെയ്യാണ് ഈ ഒരു പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു പ്രശ്നം നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇത് ഒരുവിധം ഡിവോഴ്സിൻ്റെ വക്കിലെത്തുന്നത് ഈ ഒരു പ്രശ്നങ്ങളാണ്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ഒരു വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ക്ഷമ എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി, നമുക്ക് ആ ഒരു ചിന്തിക്കാൻ, പഠിച്ചോൻ എന്തിനാണ് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും വിവേകവും തന്നിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരാൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് നമ്മളെ വീട്ടിൽ ജോലി ചെയ്യാനും, അതല്ലെങ്കിൽ എന്താ പറയുക, ആ വന്ന ഉടനെ തന്നെ ഈ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയോട് ചെയ്യുക എന്നുള്ളതൊക്കെ ശരിയായി വരും. അതൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് എന്ന് വിചാരിക്കുക. അല്ലാതെ നമ്മളെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്നൊരു കുട്ടിയാണ് എന്നുള്ള ഒരു സെൻസിൽ വീട്ടുകാരും എടുക്കാതെ നിന്നാൽ മതി. നിങ്ങളെ വീട്ടിലും പെൺകുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പല ആൾക്കാരും പറയും, അടുത്തുള്ള ആൾക്കാർ വന്ന് ചോദിക്കും, കുട്ടി ജോലി ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ നേരത്തെ എണീറ്റിട്ടില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നു. പല ആൾക്കാരും ആ ഒരു കംപ്ലൈൻറ്റ് പറയലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർ, അയൽവാസികൾ, അവർ പറയണില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണില്ലേ, എന്തിനാണ് നിങ്ങളത്, അയൽവാസികളാണോ നിങ്ങളെ വീട്ടിലെ ചിലവ് നടത്തുന്നത്?
അപ്പം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ വീട്ടിലെ സമാധാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വീട്ടുകാരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വീട്ടിലെ നമ്മളെ പാരൻസിനെയും ഭാര്യനെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ്. രണ്ടാളും ഭാര്യ പറയണത് പിന്നെ നമ്മളെ പാരൻസിൻ്റെ അടുത്തും പാരൻസ് പറയണത് ഭാര്യൻ്റെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിന്നിട്ട് ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരാളെ ഏറ്റവും വലിയൊരു കഴിവാണ്. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയൊരു കഴിവാണെങ്കിൽ അതിനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പറയണില്ല, ഒരു കാരണം അതാണ്. പിന്നെ വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സെക്സും ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അവിടെയും ദാമ്പത്യ പ്രശ്നങ്ങൾ അത് ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇതും വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രധാന കാരണം വരുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. നമ്മൾ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് പല ആൾക്കാർക്കും പല രീതിയിലാവും പിന്നെ നമ്മളെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ ഒരു 100-ൽ 80% ആളുകളെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആരും അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊരു കടമയാണ്, ആ ഒരു കടമ കഴിക്കുക എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് സ്ത്രീകൾ അതിലൊരു സംതൃപ്തി കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർക്ക് ഏകദേശം ആ ഒരു സംതൃപ്തിയിലെത്തും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കിട്ടണില്ല എന്നുള്ളതും നമ്മൾക്ക് ഇങ്ങനെയല്ല അങ്ങനെ വേണം എന്നുള്ളതും സ്ത്രീകൾ തുറന്ന് സംസാരിക്കാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി തുറന്ന് സംസാരിക്കാനും പല ആൾക്കാർക്കും പ്രശ്നമാണ്. കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ ഒരു നെഗറ്റീവായിട്ട് നമ്മളെ കാണുമോ എന്നുള്ളൊരു പേടിയാണ് പല ആൾക്കാർക്കും. ഇല്ലേ, ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പല ആളുകളും മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും ശരിയാണ് എന്നുള്ളത്. നിങ്ങൾക്കും ഈ ഒരു പ്രശ്നമില്ലേ? കാരണം നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഈ ഒരു സെക്സ് എന്നുള്ളത് ഇറിറ്റേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊന്നുമല്ല നമ്മളെ ലൈഫിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ശരിയാണ്, നമ്മൾ കേട്ടതും അല്ലെങ്കിൽ നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി അറിഞ്ഞ പല കാര്യങ്ങളും അതൊന്നുമല്ല സത്യം എന്ന് നമ്മളെ യഥാർത്ഥ ലൈഫിൽ വരുമ്പം ഇതൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇറിറ്റേഷൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ തുറന്ന് പാർട്ട്നേഴ്സിനോട് സംസാരിക്കണം. സംസാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ സൊല്യൂഷൻ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ പിന്നെ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാവണം ചെയ്യുന്നത്. നമ്മളെ പാർട്ട്ണറാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അതുപോലെ തന്നെ നമ്മളെ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഒരുപാട് ടെൻഷനും പേടിയും വേചാറും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിലൊരു സംതൃപ്തി കണ്ടെത്താൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം, പാർട്ട്ണർക്ക് തുറന്ന് സംസാരിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മടിയും കൂടാതെ ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇനി പിന്നെ നിങ്ങളെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ മടിയുള്ള കാര്യമാണെങ്കിൽ പോലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു കൗൺസിലർ അടുത്ത് ഇത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പം അവിടെ നിങ്ങൾക്കിടയിലുള്ളൊരു പ്രശ്നം എന്താണെന്നുള്ളതും അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ ആണുങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട്. പല ആണുങ്ങൾക്കും തെറ്റായ പല പ്രശ്നങ്ങളും എന്താ പറയുക,
നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ പല ആൾക്കാരും ഇപ്പോൾ പറയുന്നൊരു പ്രശ്നം ഉദാഹരണത്തിൻ്റെ പ്രശ്നം, ടൈമിങ്ങിൻ്റെ പ്രശ്നം, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളെ ദാമ്പത്യ ജീവിതത്തിന് എന്താ പറയുക ഒരു വിള്ളൽ സംഭവിക്കാൻ കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിൽ ഞാൻ എൻ്റെ ഒരു കൗൺസിലിങ്ങിന് വന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ അവരുടെ ഒരു ഹിസ്റ്ററി വെച്ചിട്ടും പല കാരണങ്ങളും അതിൽ കാണുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുമുണ്ട്. അപ്പം അധിക കാരണങ്ങളും പേടിയാണ്, എന്നെക്കൊണ്ട് ഇതിന് പറ്റൂല എന്നുള്ളൊരു പേടിയാണ് കാരണമായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേടിനെ മാറ്റി വെച്ച് അത് രണ്ടാളും തമ്മിൽ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ സക്സസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ദാമ്പത്യ കാര്യത്തിൻ്റെ വിജയത്തിന് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് കുടുംബ പ്രശ്നമായിക്കോട്ടെ, നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ ഒരു സെക്ഷനിലുള്ള പ്രശ്നമായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളിതൊന്നും സംസാരിക്കാതെ ഉള്ളിൽ വെച്ചിട്ട് പാർട്ണർ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കുടുംബ പ്രശ്നങ്ങൾ ചീഞ്ഞളിഞ്ഞ് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി നിങ്ങളെ തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു ഇതിൽ എത്തിച്ചേരും. മനസ്സ് അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിച്ചേരും. പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ യോജിപ്പിക്കാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയിൽ എത്തിക്കഴിയും. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ ചീഞ്ഞു പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കൗൺസിലർ അടുത്ത് പോയിട്ട് നിങ്ങളെ കാര്യങ്ങൾ പറയാം. അതിനാരും ഒരു മടിയും കാര്യങ്ങളും ഒന്നും വിചാരിക്കേണ്ട, നല്ലൊരു കാര്യത്തിനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങളൊരു കൗൺസിലറെ കണ്ടിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു ലൈഫ് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം നമ്മളെ ലൈഫിൽ എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര പണം ഉണ്ടായിട്ടും എന്ത് സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല, ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പാർട്ട്ണർ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അതേ സമയത്ത് ഭാര്യയും ഭർത്താവും നല്ലൊരു സ്നേഹത്തോടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്നേഹവും കരുതലും ഉണ്ടല്ലോ, അതുകൊണ്ട് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങളും നിങ്ങളെ ലൈഫിനെ ഹാപ്പി ആക്കാൻ നോക്കുക, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുക. പ്രശ്നങ്ങൾ ഉള്ളിലിട്ട് നീറ്റൽ സഹിച്ച് മുന്നോട്ട് പോവാതെ അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക്